നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാന്നാമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടെക്സ് വൺ ടയർ റബ്ബർ കമ്പനിയിൽ തീപിടുത്തം. യുവാവിനെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ പ്രതിയും സഹോദരനും അറസ്റ്റിൽ. എറണാകുളം ജില്ലയിലെ കാലടിയിൽ പച്ചക്കറി വ്യാപാര സ്ഥാപനത്തിലെ മാനേജരെ കുത്തി പരിക്കേൽപ്പിച്ച് പണം കവർന്ന കേസിൽ പെരിഞ്ഞനം സ്വദേശി അറസ്റ്റിൽ. ഒരു കൂട്ടം ചെറുപ്പക്കാർ രാപ്പകൽ കാവലിരുന്ന് വിരിയിച്ചെടുത്ത കടലാമ കുഞ്ഞുങ്ങൾ ഇനി തിരികെ കടലിലേക്ക്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ നിന്ന് അവധിയിലായിരുന്ന തിരുവനന്തപുരം ആര്യനാട് സ്വദേശി BA ബാലു ജോലി രാജിവച്ചു. പെൻഷനേഴ്സ് അസോസിയേഷൻ പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രഷറി ഓഫീസിന്റെ മുന്നിൽ സമരം സംഘടിപ്പിച്ചു. കലിക്കൽ SNDP LP സ്കൂളിൽ മധ്യവേനൽ അവധി ക്യാമ്പ് സർഗോത്സവം ആരംഭിച്ചു. അവകാശ നിഷേധത്തിനെതിരെ KSSPA ചാലക്കുടി സബ് ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. വിശദമായ വാർത്തയിലേക്ക്. മാന്നാമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടെക്സ് വൺ ടയർ റബ്ബർ കമ്പനിയിൽ തീപിടുത്തം. കമ്പനിയിലെ ഹൈഡ്രോളിക് യന്ത്രത്തിനാണ് തീപിടിച്ചത്. ഉച്ചയ്ക്ക് 12:15 തീപിടുത്തമുണ്ടായത്. തൃശൂരിൽ നിന്നും 2 യൂണിറ്റ് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. 2 മാസം മുൻപും ഈ കമ്പനിയിൽ തീപിടിച്ചിരുന്നു. യുവാവിനെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ പ്രതിയും സഹോദരനും അറസ്റ്റിൽ. ചേർപ്പ് ചെറിയപാലം പാറപ്പുറത്തുള്ള ഫ്ളാറ്റിൽ വെച്ച് കരുവന്നൂർ ചെറിയപാലം പാറപ്പുറം സ്വദേശിയായ വേട്ടനാട് ശരത്തിനെ മുഖത്തും ഷോൾഡറിലും ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനും തടയാൻ ശ്രമിച്ച ശരത്തിന്റെ അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ കരുവന്നൂർ ചെറിയപാലം പാറപ്പുറം സ്വദേശികളും സഹോദരങ്ങളുമായ പൂക്കാട്ടി വീട്ടിൽ അപ്പു എന്ന് വിളിക്കുന്ന 25 വയസ്സുള്ള അതുൽ കൃഷ്ണ, 19 വയസ്സുള്ള അരുൺ കൃഷ്ണ എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം ജില്ലയിലെ കാലടിയിൽ പച്ചക്കറി വ്യാപാര സ്ഥാപനത്തിലെ മാനേജരെ കുത്തി പരിക്കേൽപ്പിച്ച് പണം കവർന്ന കേസിൽ പെരിഞ്ഞനം സ്വദേശി അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ പെരിഞ്ഞനം അമ്പാട്ട് വീട്ടിൽ ഗിരീഷിനെയാണ് കാലടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കാലടി സ്വദേശി തങ്കച്ചനാണ് ആക്രമിക്കപ്പെട്ടത്. കഴിഞ്ഞ ഡിസംബർ 27 കാലടിയിലായിരുന്നു സംഭവം. ഈ കേസിൽ 12 പ്രതികളെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിന് ശേഷം ഗിരീഷ് ഒളിവിലായിരുന്നു. ശ്രീനാരായണപുരം ആലയിൽ നിന്നുമാണ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച അന്വേഷണ സംഘം ഇയാളെ പിടികൂടിയത്. കൊലപാതകം ഉൾപ്പെടെ 12ഓളം കേസുകളിലെ പ്രതിയാണ് ഗിരീഷ്. പെരുമ്പാവൂർ ASP ശക്തി സിംഗ് ആര്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ അനിൽകുമാർ T മേപ്പിള്ളി, SIമാരായ ജോസി M ജോൺസൺ, റെജിമോൻ, SCPOമാരായ മനോജ് കുമാർ, ഷിജോ പോൾ, രാഹുൽ, CPO എൽദോ പോൾ എന്നിവരും ഉണ്ടായിരുന്നു. ഒരു കൂട്ടം ചെറുപ്പക്കാർ രാപ്പകൽ കാവലിരുന്ന് വിരിയിച്ചെടുത്ത കടലാമ കുഞ്ഞുങ്ങൾ ഇനി തിരികെ കടലിലേക്ക്. അപൂർവ കാഴ്ച കാണാൻ കടലോരത്തെത്തിയത് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ 100 കണക്കിന് പേർ. പെരിഞ്ഞനം ആറാട്ടുകടവ് ബീച്ചാണ് വിസ്മയ കാഴ്ചയ്ക്ക് വേദിയായത്. നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് കടലാമ കുഞ്ഞുങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടെ കടലിലേക്കിറങ്ങിയത്. 1.5 മാസം മുൻപാണ് കടലാമകൾ കടൽ ഭിത്തിക്കരികെ മുട്ടകൾ ഇടുന്നുണ്ടെന്നത് ബീച്ചിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരിക്കൽ കടലാമ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് തനിയെ കടലിലേക്ക് ഇറങ്ങിപ്പോകുന്നതും ഇവർ കണ്ടിരുന്നു. എന്നാൽ മുട്ടകൾ കടലിൽ ഒലിച്ചു പോവുകയോ തെരുവ് നായ്ക്കൾ മാന്തിയെടുത്ത് നശിപ്പിക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി കരയിൽ പ്രത്യേക കുഴികളുണ്ടാക്കി ഇവ സംരക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കുഴിച്ചിട്ട മുട്ടകൾക്ക് ചുറ്റും സംരക്ഷണ വേലിയൊരുക്കി രാവും പകലും മത്സ്യത്തൊഴിലാളികൾ കാവലിരിക്കുകയും ചെയ്തു. 200-ലധികം മുട്ടകളാണ് ഇങ്ങനെ സംരക്ഷിച്ചത്. ഇതിൽ 100ഓളം മുട്ടകളാണ് വിരിഞ്ഞത്. ഇത്രയും കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ആഴക്കടലിൽ മാത്രം വസിക്കുന്ന കടലാമകൾ മുട്ടയിടാൻ മാത്രമാണ് കരയിലെത്തുക.
മുട്ടയിടൽ കഴിഞ്ഞാൽ കടലിലേക്ക് ഇവ തിരികെ പോവുകയും ചെയ്യും. തള്ളയാമയുടെ യാതൊരു പരിചരണമോ സംരക്ഷണമോ ഇല്ലാതെയാണ് മുട്ടകൾ വിരിയുകയും കുഞ്ഞുങ്ങൾ വളരുകയും ചെയ്യുക. മത്സ്യബന്ധനത്തിന് വന്നതായിരുന്നു രാവിലെ തന്നെ. അപ്പോഴാണ് ആമ മുട്ടയിട്ട് ഞങ്ങൾ സംരക്ഷിച്ച് 49 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു 17 കുഞ്ഞ് വിരിഞ്ഞ് കിട്ടി. അതിന് ശേഷം ഇട്ടതാണ് ഈ 88 കുഞ്ഞ് വിരിഞ്ഞ് കിട്ടി. ഞങ്ങൾ ഇത്ര നാൾ സംരക്ഷിച്ച് നല്ല കഠിനാധാരം തന്നെ ഉണ്ട് ഞങ്ങളെ പറയണത്. അപ്പോൾ ഇതിനെ സംരക്ഷിക്കാൻ തീർച്ചയായിട്ടും വളരെ ആത്മാർത്ഥമായിട്ട് ഇവർ തന്നെയാണ് ശ്രമിച്ചത്. നമ്മളെ പുതിയ തലമുറ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങളിൽ മുന്നോട്ട് വരണമെന്നും പെരിഞ്ഞനം പഞ്ചായത്ത് തന്ത്രിമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കടകം ജോലിയിൽ നിന്ന് അവധിയിലായിരുന്ന തിരുവനന്തപുരം ആര്യനാട് സ്വദേശി BA ബാലു ജോലി രാജിവച്ചു. 15 ദിവസത്തെ മെഡിക്കൽ ലീവും കഴിഞ്ഞ് ഇന്നലെ കൂടൽമാണിക്യം ദേവസ്വം ഓഫീസിലെത്തിയ ബാലു അഡ്മിനിസ്ട്രേറ്റർക്ക് രാജിക്കത്ത് കൈമാറുകയായിരുന്നു. രാജി സ്വീകരിച്ചതായും ബാലുവിന്റെ രാജി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനെ അറിയിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ CK ഗോപി പ്രതികരിച്ചു. ബാലുവിന്റെ പകരക്കാരനായി റാങ്ക് പട്ടികയിലെ 2ാം സ്ഥാനക്കാരനെ നിയമിക്കുമെന്ന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ KB മോഹൻദാസ് വ്യക്തമാക്കി. കഴിഞ്ഞ ഫെബ്രുവരി 24-നാണ് ബാലു ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കടകം ജോലിയിൽ പ്രവേശിച്ചത്. പിന്നീട് തന്ത്രിമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ മാസം 6-ന് കടകം ജോലിയിൽ നിന്ന് ഓഫീസ് ജോലിയിലേക്ക് ബാലുവിനെ താൽക്കാലികമായി മാറ്റിയിരുന്നു. കടകം, മാലകെട്ട് പോലെയുള്ള പ്രവർത്തികൾ ചെയ്യാൻ ക്ഷേത്രം തന്ത്രിമാരുടെ അഭിപ്രായവും സമ്മതവും കൂടാതെ ജീവനക്കാരെ നിയമിക്കുന്നതിനെതിരെ തന്ത്രിമാർ രംഗത്ത് വന്നതോടെയാണ് ബാലുവിന്റെ ജോലിയിൽ മാറ്റം വന്നത്. ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയതിന്റെ പിറ്റേന്ന് തന്നെ അവധിയെടുത്ത് ബാലു നാട്ടിലേക്ക് മടങ്ങി. സംഭവം വാർത്തയായതോടെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഇതോടെ മാർച്ച് 17-ന് അവധി അവസാനിച്ച ശേഷം ബാലു വീണ്ടും മെഡിക്കൽ ലീവ് എടുക്കുകയായിരുന്നു. ഇതിനിടെ ഓഫീസ് ജോലിയിൽ തുടരാനാണ് തനിക്ക് താൽപര്യമെന്ന് കാണിച്ച് ബാലു അഡ്മിനിസ്ട്രേറ്റർക്ക് കത്തു നൽകിയിരുന്നു. ഞാൻ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകമാണ്. KDRB വഴി അപ്പോയിൻ്റ് ചെയ്ത കഴകമാണ്. അപ്പോൾ സംഘടനത്തിൻ്റെ തിരുസന്നിധിയിൽ മാല കെട്ടാൻ കിട്ടിയൊരു അവസരം എൻ്റെ പെൻഷനേഴ്സ് അസോസിയേഷൻ പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രഷറി ഓഫീസിന്റെ മുന്നിൽ സമരം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ട്രഷറി ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ട്രഷറി ഓഫീസിന്റെ മുന്നിൽ നടന്ന സമരം DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ബെന്നി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം സെക്രട്ടറി MS വാസുദേവൻ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഡേവിസ് വറീദ്, വർഗീസ് തെക്കേത്തല, വനിതാ പ്രതിനിധി മല്ലിക കല്ലൂർ എന്നിവർ പങ്കെടുത്തു. നിയോജക മണ്ഡലം ട്രഷറർ മോഹൻലാൽ മാസ്റ്റർ നന്ദി പറഞ്ഞു. കലിക്കൽ SNDP LP സ്കൂളിൽ മധ്യവേനൽ അവധി ക്യാമ്പ് സർഗോത്സവം ആരംഭിച്ചു. ദ്വിദിന മധ്യവേനൽ അവധി ക്യാമ്പ് സർഗോത്സവം 2025-ന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ശകുന്തള വത്സൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് KG ഡാനിഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിന് പ്രധാന അധ്യാപിക ബിന്ദു TR സ്വാഗതം പറഞ്ഞു. പ്രസിദ്ധ ചിത്രകാരൻ സദാനന്ദൻ CP, പ്രസിദ്ധ നാടൻപാട്ട് കലാകാരൻ മനോജ് ഏകലവ്യ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. അവകാശ നിഷേധത്തിനെതിരെ KSSPA ചാലക്കുടി സബ് ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ അസോസിയേഷൻ ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ ധർണ. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, 7 ഗഡു ക്ഷാമാശ്വാസം അനുവദിക്കുക, മെഡിസെപ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക, ലഹരി വ്യാപനം തടയുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ധർണ KSSPA സംസ്ഥാന സെക്രട്ടറി TM കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് V രാമദാസ് അധ്യക്ഷത വഹിച്ചു.
കോടശ്ശേരി മണ്ഡലം പ്രസിഡന്റ് VA ഫ്രാൻസിസ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സംസ്ഥാന കൌൺസിൽ അംഗം ഡോക്ടർ ജോസ് കുര്യൻ കാട്ടുകാരൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലൂയിസ് മേലേപ്പുറം, ഭാരവാഹികളായ MK വിജയൻ, KA ദേവസി, സാറാമ തോമസ്, PC പൗലോസ്, ലോനപ്പൻ വെണ്ണാട്ടുപറമ്പിൽ, VK ഉദയൻ, PS മുസ്തഫ എന്നിവർ പ്രസംഗിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 8510 രൂപ, പവന് 68,080 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാന്നാമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടെക്സ് 1 ടയർ റബ്ബർ കമ്പനിയിൽ തീപിടുത്തം. യുവാവിനെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ പ്രതിയും സഹോദരനും അറസ്റ്റിൽ. എറണാകുളം ജില്ലയിലെ കാലടിയിൽ പച്ചക്കറി വ്യാപാര സ്ഥാപനത്തിലെ മാനേജരെ കുത്തി പരിക്കേൽപ്പിച്ച് പണം കവർന്ന കേസിൽ പെരിഞ്ഞനം സ്വദേശി അറസ്റ്റിൽ. ഒരു കൂട്ടം ചെറുപ്പക്കാർ രാപ്പകൽ കാവലിരുന്ന് വിരിയിച്ചെടുത്ത കടലാമ കുഞ്ഞുങ്ങൾ ഇനി തിരികെ കടലിലേക്ക്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ നിന്ന് അവധിയിലായിരുന്ന തിരുവനന്തപുരം ആര്യനാട് സ്വദേശി BA ബാലു ജോലി രാജിവച്ചു. പെൻഷനേഴ്സ് അസോസിയേഷൻ പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രഷറി ഓഫീസിന്റെ മുന്നിൽ സമരം സംഘടിപ്പിച്ചു. കലിക്കൽ SNDP LP സ്കൂളിൽ മധ്യവേനൽ അവധി ക്യാമ്പ് സർഗോത്സവം ആരംഭിച്ചു. അവകാശ നിഷേധത്തിനെതിരെ KSSPA ചാലക്കുടി സബ് ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.